മാന്യപ്രേക്ഷകർക്ക് പ്രണാമം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡിഫൻസ് ന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് സിസ്റ്റം ഉണ്ട് ഇന്റർനെറ്റില്. അതില് ഭാരതത്തിലെ പട്ടാളക്കാര് ചൈനയിലേക്ക് ഇടിച്ചു കയറി 10-20 ടെററിസ്റ്റുകളെ കൊന്നു എന്നൊരു വാർത്ത കണ്ടു. ഞാൻ എൻ്റെ കൂട്ടുകാരോടും എനിക്ക് അറിയപ്പെടുന്നവരോടും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രവർത്തകരോടും വിളിച്ചു പറഞ്ഞു. 2-3 ആഴ്ച മുമ്പാണ് ഭാരതത്തിലെ പട്ടാളക്കാർ പാകിസ്ഥാൻ ബൗണ്ടറി അടിച്ചു കയറി, LOC ലൈൻ ഓഫ് കൺട്രോൾ അടിച്ചു കയറി, അപ്പുറത്ത് കുറെ പേരെ അടിച്ചിട്ടിട്ടുണ്ട്, നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചു അടുത്ത ദിവസത്തെ പത്രത്തിൽ അത് നിറഞ്ഞിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അടുത്ത ദിവസത്തെ ഒരു പത്രത്തിലും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സത്യത്തിൽ ദുഃഖം തോന്നി. നമ്മുടെ നാടിന്റെ ഒരു അച്ചീവ്മെന്റ്, നമ്മുടെ 18 ജവാന്മാരെ കൊന്നു, അത് കഴിഞ്ഞിട്ട് ദിവസം എത്രയായി, തിരിച്ചങ്ങോട്ട് കയറി അടിച്ചിട്ട് അവിടുത്തെ എത്രയും പേരെ കൊന്നിട്ട് നമ്മുടെ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഒരു പ്രതികരണമോ ഇല്ലല്ലോ എന്നെനിക്ക് തോന്നി. അത് ഈ ഡിഫൻസ് ന്യൂസിൽ വന്നത് കാരണം ആധികാരികതയുള്ള ന്യൂസാണ്, എന്നിട്ടും അതില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ മിനിഞ്ഞാന്ന് നടന്ന കാര്യങ്ങൾ ഇന്നലെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ശരീരത്തിൽ എല്ലാം കൂടി ഒരു ഇലക്ട്രിഫയിങ് എഫക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ പട്ടാളക്കാർ അങ്ങോട്ട് പോയതും അവരെ അടിച്ചിട്ടതും, അജിത് ഡോവലിന്റെ റോളും, നമ്മുടെ പരീക്കർ ചായയോ ഭക്ഷണമോ കഴിക്കാതെ രാത്രി മുഴുവൻ ഇരുന്നതും, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പ്രധാനമന്ത്രി രാത്രി മുഴുവനും ഈ ഓപ്പറേഷനെ കുറിച്ച് വിലയിരുത്തിയതും എല്ലാം, അത് തെരഞ്ഞെടുത്ത കർത്തവാവിന്റെ ദിവസം, ചന്ദ്രന്റെ പ്രകാശമില്ലാത്ത ദിവസം അടിച്ചു തെറിപ്പിക്കാൻ, അങ്ങനെ എല്ലാം ഇന്നലെ വായിച്ചു. മാതൃഭൂമി വായിച്ചു കഴിഞ്ഞപ്പോ സത്യത്തില് വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ മുമ്പിൽ മാതൃഭൂമി പത്രം വെച്ച് നമസ്കരിക്കണം എന്ന് എനിക്ക് തോന്നി. മാതൃഭൂമിയുടെ ഇന്നർ സെൻട്രൽ പേജില് സകല ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും അഭിമാനം തോന്നിയിട്ടുള്ള ദിവസം ഉണ്ടായിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. മനോരമയും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ വാർത്തകളും നമ്മുടെ രാഷ്ട്രത്തില് അഭിമാനാർഹമായ നേട്ടം, വേദനയുണ്ടാക്കിയവരെ തിരിച്ചടിക്കുമ്പോൾ ഉണ്ടായ നേട്ടം, അത് വിവരിക്കാൻ എല്ലാവരും ഒരുമിച്ച് ചേർന്നു. എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഭരണപക്ഷ കക്ഷികളും ഒരുമിച്ച് ചേർന്ന് പട്ടാളക്കാരെയും ഭരണാധികാരികളെയും അഭിനന്ദിച്ചു. നല്ല രീതിയിലുള്ള പ്രതികരണം. ഭാരതം ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കുന്നു എന്നൊരു പ്രതികരണം. അതിനിടയ്ക്ക് ഇന്ന് വരെ കാണാത്ത വിധത്തില് ഫേസ്ബുക്കില് ഒരു 2-3 നെഗറ്റീവുകൾ കൂടി കണ്ടു. ഇന്ന് വരെ കണ്ടിട്ടില്ല. അത് ഹിന്ദു പേരുള്ളവരാണ് എഴുതിയിരിക്കുന്നത്. ആരെഴുതിയാലും ഇഫക്റ്റ് ഒന്ന് തന്നെയാണ്. ഞാൻ ഹിന്ദു പേരുള്ളവരെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഭാരതം പാകിസ്ഥാൻ അകത്ത് കയറി ആക്രമിച്ചു എന്ന് പറയുന്നു. ശ്രീ നരേന്ദ്രമോദി പച്ച നുണ പറയാൻ മിടുക്കനാണ്. ഇങ്ങനൊരു ആക്രമണം നടന്നതായിട്ട് ഒരു സ്ഥിരീകരണവുമില്ല. പാകിസ്ഥാൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്ന്. ലോകരാഷ്ട്രങ്ങൾ പറയുന്നു ഭാരതം അവകാശപ്പെടുന്നത് പോലെ അവരകത്ത് കയറി ആക്രമിച്ചു എന്ന്. പക്ഷേ പേരിനും പ്രസിദ്ധിക്കും വേണ്ടി എന്തും പറയാനും ചെയ്യാനും മടിക്കാത്ത ഒരു ഗവൺമെന്റ് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ഈ തീവ്രവാദികളെ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പാകത്തിന് മണ്ടരല്ല നമ്മളിൽ ഭൂരിഭാഗവും എന്നുള്ള വാർത്തയും കണ്ടു. പാകിസ്ഥാൻ പറഞ്ഞത് വിശ്വസിക്കുകയും ഇന്ത്യയിലെ പത്രങ്ങളും മാധ്യമങ്ങളും അടിവരയിട്ട് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത് അവിശ്വസിക്കുകയും ചെയ്യുന്നവരും
നമ്മുടെ കൂട്ടത്തിലുണ്ട്. പോസിറ്റീവിന്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു നെഗറ്റീവ് കൂടി ഉണ്ടെന്ന് അറിയിക്കുമ്പോഴാണ് നമ്മളിൽ ചിലരുടെ വീക്ഷണം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അറിയാം. ഏതായാലും ആ നെഗറ്റീവ് അവിടെ ഇരിക്കട്ടെ. പോസിറ്റീവിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ, ഭാരതത്തിലെ ബോംബെയിലെ താജ് ഹോട്ടലിലെ തീവ്രവാദികൾ ആക്രമിച്ചതിന് ശേഷം പിന്നീട് വലിയ തീവ്രവാദി ആക്രമണം ഭാരതത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടില്ല. ഇതിന് പ്രധാന കാരണം ആ അക്രമത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ച് എക്യുപ്ഡായി. ഈ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് ഉറിയിലുണ്ടായ 18 ജവാന്മാരുടെ മരണം, അതിനു മുമ്പ് പത്താൻകോട്ടുണ്ടായ മരണം, ഇതുകൊണ്ട് നമ്മൾ ഒന്ന് തീരുമാനിച്ചു, നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ലോക ജനത എന്ത് പറയുന്നു, അകത്തുള്ളവരിൽ ചിലരെന്ത് പറയുന്നില്ല എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് ചെയ്യേണ്ട സമയത്ത് കറുത്ത വാവ് തിരഞ്ഞെടുത്ത് ചന്ദ്രന്റെ പ്രകാശം പോലും ഇല്ലാത്ത സമയത്ത് അകത്ത് കയറി കൊല്ലേണ്ടതിനെ കൊന്ന് തിരിച്ചു വരുമ്പോ നമ്മുടെ രാഷ്ട്രം തല ഉയർത്തി നിന്ന് രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ കഴിവുള്ളവർ ഇവിടെ ഉണ്ട് എന്ന് ലോകത്തെ അറിയിക്കാൻ കിട്ടിയ അവസരം ഭംഗിയായിട്ട് ഉപയോഗിച്ചു. എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തു. കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് കുറെ കാലം എടുക്കും. കമ്മ്യൂണിസ്റ്റുകാരായ സ്ഥിതിക്ക് ട്യൂബ്ലൈറ്റ് മാതിരി സ്വിച്ച് ഓൺ ചെയ്ത മാതിരി കത്തുമൊന്നുമില്ല. പലപ്പോഴും തോന്നലായിട്ട് ജീവിക്കുന്ന മന്ത്രിമാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോ അതൊരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് അവര് പറയും, ഈ പട്ടാളക്കാർക്ക് അഭിനന്ദിക്കും. നേരത്തെ അഭിനന്ദിക്കാത്തത് അബദ്ധം പറ്റിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി എന്നുള്ളത് യെച്ചൂരിയും കൊച്ചൂരിയും കാരാട്ടും ബീട്രൂട്ടും എല്ലാം കൂടി ചേർന്ന് പറയും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭാരതം അഭിമാനത്തോടുകൂടി നിർവഹിക്കേണ്ടത് നിർവഹിച്ചു, ഇനിയും നിർവഹിക്കുമെന്ന് തെളിയിച്ചു. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സില് കാശ്മീരില് അതിന്റെ ഡെപ്യൂട്ടി കമാൻഡന്റായിട്ട് BSFിലേക്ക് ആൾക്കാരെ എടുക്കുന്ന റിക്രൂട്ട്മെന്റ് സെക്ഷനിലെ ഹെഡ് ഒരു ഉജ്ജ്വല മുസ്ലിമാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് യുവാക്കളെ തെരഞ്ഞെടുക്കുന്നതിന്റെ ചാർജ് ഒരു മുസ്ലിമാണ്. അദ്ദേഹം പറയാണ് 95% കാശ്മീരികളും BSFിൽ വർക്ക് ചെയ്യാൻ റെഡിയായിട്ടിരിക്കുകയാണ്. വൻതോതിൽ 10,000 പേരെ പോലീസിലേക്കും BSFിലേക്കും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഭാരതത്തിലെ മുസ്ലിങ്ങള് പാകിസ്ഥാന് സപ്പോർട്ടാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. അവരിലും ഭാരതത്തോടുള്ള ആത്മാഭിമാനം, അവരുടെ ആത്മാഭിമാനത്തെയും ഭാരതത്തോടുള്ള സ്നേഹത്തെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഗോപാലകൃഷ്ണൻ ആരും അല്ല. എനിക്കുൾപ്പെടെ പലർക്കുമുള്ള സംശയം കുറേയൊക്കെ അസ്ഥാനത്താണെന്ന് ബോധ്യപ്പെടുത്താൻ ഈ വരികൾ സഹായിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഭാരതം ഒറ്റക്കെട്ടാണ്. ബലൂചിസ്ഥാനിലേക്ക് 17 പ്രോഗ്രാമാണ് ആൾ ഇന്ത്യ റേഡിയോ ഇപ്പൊ നടത്തുന്നത്. ഈ ഭാരതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ എന്തെല്ലാമാണോ ചെയ്യുന്നത്, ആ പ്രശ്നങ്ങളുടെ ഒരു വേദന അവരും അറിയണം. ബലൂചിസ്ഥാനിലേക്ക് നല്ല സന്ദേശം പോകുന്നുണ്ട്. ആ ബലൂചിസ്ഥാനിലെ നേതാവ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ചൈന പാകിസ്ഥാനിലൂടെ ഉണ്ടാക്കാൻ പോകുന്ന കോറിഡോറ് വലിയ ഹൈവേ ഒരിക്കലും അനുവദിക്കില്ല, ഞങ്ങളത് തകർക്കുമെന്ന് പറഞ്ഞിട്ട്. അതായത് എളുപ്പത്തിൽ നടക്കില്ല. ഈ നാടിനെ നശിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ അത് കണ്ട അഹിംസാവാദത്തോടുകൂടി ഇരിക്കലല്ല, ഇങ്ങോട്ട് കൊല്ലാൻ വരുന്നവന്റെ ചെവിയില് ഋഗ്വേദമോ യജുർവേദമോ സാമവേദമോ അല്ല ചൊല്ലേണ്ടത്, തിരിച്ച് അങ്ങോട്ടടിച്ച് ശക്തനാണെന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ അവനവനെ സംരക്ഷിക്കുക. ധന്യമായിട്ടൊരു മഹായജ്ഞം നമ്മുടെ രാഷ്ട്രം അത് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തിരിച്ചു കൊടുത്തു. ഇനിയും അതുണ്ടാവും. പാകിസ്ഥാൻ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ രാഷ്ട്രം തല ഉയർത്തി നിന്ന് അഭിമാനത്തോടുകൂടി ഭാരത് മാതാ കി ജയ് എന്ന് കെജ്രിവാൾ വിളിച്ച പോലെ, കെജ്രിവാൾ വിളിച്ചു ഭാരത് മാതാ കി ജയ്. സമനിലയിൽ നിന്നുകൊണ്ടാവാമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ എല്ലാവരും ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന ഒരു ദിവസം, പരമപവിത്രമായ ഭാരതം തല ഉയർത്തി നിന്ന് അഭിമാനത്തോടുകൂടി എൻ്റെ മക്കൾ എൻ്റെ അതിർത്തി കാക്കും എന്ന് പറയുന്ന ഒരു ദിവസം വന്നു.
വരുന്നു എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. പ്രണാമം, നമസ്കാരം.